സമാന്തര ശ്രേണിയിൽ അഞ്ചാം പദത്തിൻ്റെ 5 മടങ്ങ് ഒൻപതാം പദത്തിൻ്റെ 9 മടങ്ങിന് തുല്യം 14-ാം പദം എത്ര? സമാന്തര ശ്രേണി, അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇവിടെ 5-ാം പദം 9-ാം പദം എന്നെല്ലാം പറഞ്ഞത് കാരണം n-ാം പദം കാണാനുള്ള സൂത്രവാക്യം എഴുതി Tn = a + n-1 × d. ഇനി നമുക്ക് 5-ാം പദം കാണുക. അപ്പോൾ Tn ആവുമ്പോൾ a + n-1 × d ആണ്. അപ്പോൾ T 5 ആവുമ്പോൾ a + n-1 പറയുമ്പോൾ 5 1 കുറയ്ക്കുമ്പോൾ 4d. ഇപ്പോൾ T5 = a + 4d. അതുപോലെ T9 എന്ത് വരും? a + 9 1 കുറച്ചാൽ 8d. T9 = a + 8d. അപ്പോൾ നമുക്ക് T5 കിട്ടി, T9 കിട്ടി. അതായത് 5-ാം പദവും 9-ാം പദവും കിട്ടി. ഇനി ഇവിടെ ഈ 5-ാം പദവും 9-ാം പദവും തമ്മിലുള്ളൊരു ബന്ധം പറയുന്നുണ്ട്. എന്താണ്? 5-ാം പദത്തിൻ്റെ 5 മടങ്ങ്, അതായത് 5-ാം പദത്തിനെ 5 കൊണ്ട് ഗുണിച്ചാലും 9-ാം പദത്തിൻ്റെ 9 മടങ്ങ് 9-ാം പദത്തിനെ 9 കൊണ്ട് ഗുണിച്ചാലും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? 5-ാം പദത്തിനെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. 5-ാം പദം എന്താ? a + 4d. a + 4d അതിനെ 5 കൊണ്ട് ഗുണിച്ചു സമമാണ് എന്ത്? 9-ാം പദത്തിനെ 9 കൊണ്ട് ഗുണിക്കുക. 9-ാം പദം a + 8d ആണ്, അതിനെ 9 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 5 × a + 4d = 9 × a + 8d. 5 കൊണ്ട് ഇവിടെ 2നെ ഗുണിക്കണം. 5 × a 5a + 5 × 4d 20d = 9 × a 9a + 9 × 8d 72d. ഇനി a എല്ലാം സമത്തിൻ്റെ ഒരു ഭാഗത്ത്, d മറുഭാഗത്ത്. അപ്പോൾ ഇവിടെ 20d ഉണ്ട്, ഈ 72d ഇങ്ങോട്ട് കൊണ്ടുവന്നു. 20d - 72d സമം ഇവിടെ 9a ഉണ്ട്, ഇവിടുത്തെ 5a കൂടെ എഴുതി 9a - 5a. 20d നിന്ന് 72d കുറച്ചാൽ -52d = 9 നിന്ന് 5 കുറച്ചാൽ 4a. അപ്പോൾ -52d = 4a. a കാണാൻ -52d/4 എന്ന് പോകും. ഹരിക്കുമ്പോൾ 13 4 52 -13d. നമുക്ക് എന്ത് കിട്ടി? a എന്ന് പറയുന്നത്. അതായത് ആദ്യ പദം എന്താണ്? -13dക്ക് തുല്യമാണ്. നമുക്ക് കാണാൻ പറഞ്ഞിട്ട് എന്താ? 14-ാം പദം. വീണ്ടും ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ എന്ത് വരും? T14 എന്ത് വരും? a + 13d എന്ന് വരും. ഇനി നമുക്ക് ഈ എയുടെ വില നമ്മൾ കിട്ടിയിട്ടുണ്ട്. എന്താണ്? -13d. അപ്പോൾ ഈ ഇവിടെ എക്ക് പകരം -13d + 13d. -13d + 13d, -13d +13d കൂട്ടിയ ഉത്തരം 0. അതായത് 14-ാം പദം 0. 27 = 5, 73 = 11, 65 = 19 ആയാൽ 49 = എത്ര? നമുക്ക് ആദ്യത്തെ എടുക്കാം. 27. ഇതിൽ അക്കങ്ങളെ പരസ്പരം ഗുണിക്കുക 2 × 7. അക്കങ്ങളെ പരസ്പരം കൂട്ടുക 2 + 7. ആദ്യ ഉത്തരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക. 2 × 7 14 കുറയ്ക്കണം. 2 + 7 9. 14 നിന്ന് 9 കുറച്ച 5. ഇവിടെ 5 ആണ്. അടുത്തെടുക്കുക 73. അക്കങ്ങളെ പരസ്പരം ഗുണിക്കുക 7 × 3. അക്കങ്ങളെ പരസ്പരം കൂട്ടുക 7 + 3. ആദ്യ ഉത്തരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക. 7 × 3 21 കുറയ്ക്കണം. 7 + 3 10. 21 10 കുറച്ചാൽ 11 ശരിയാണ്. അടുത്തത് 65. അക്കങ്ങളെ പരസ്പരം ഗുണിക്കുക 6 × 5. അക്കങ്ങളുടെ തുക കാണുക 6 + 5. ആദ്യ ഉത്തരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക. 6 × 5 30 കുറയ്ക്കണം. 6 + 5 11. 30 നിന്ന് 11 കുറച്ചാൽ 19 ശരിയാണ്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 49. അക്കങ്ങളെ പരസ്പരം ഗുണിക്കുക 4 × 9. അക്കങ്ങളെ പരസ്പരം കൂട്ടുക 4 + 9. ആദ്യ ഉത്തരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കുക. 4 × 9 36 കുറയ്ക്കണം. 4 + 9 13. 36 നിന്ന് 13 കുറച്ചാൽ ഉത്തരം 23. 9 × 7 = 32. 13 × 7 = 120. 17 × 9 = 208 ആയാൽ 19 × 11 എത്ര? നമുക്ക് ആദ്യത്തെ എടുക്കാം. 9 × 7. 9ഉം 7ഉം കൂട്ടുക 16. 9 നിന്ന് 7 കുറച്ച 2. ഈ രണ്ട് ഉത്തരങ്ങളും കുടിക്കുക. 16 2 32. ആദ്യത്തെ ഉത്തരം കിട്ടി. അടുത്തത് 13 × 7 ഇതുപോലെ ചെയ്യുമ്പോൾ 13ഉം 7ഉം കൂട്ടുക 20. 13 7 കുറയ്ക്കുക 6. ഈ രണ്ട് ഉത്തരങ്ങളും കുടിക്കുക. 20 × 6 120. അത് ശരിയായി. അടുത്തത് 17 × 9. 17ഉം 9ഉം കൂട്ടുക 26. 17 9 കുറയ്ക്കുക 8. ഈ രണ്ട് ഉത്തരങ്ങൾ ഗുണിക്കുക. 26 × 8 ഗുണിച്ചാൽ 208. അത് ശരിയാവുന്നുണ്ട്. അപ്പോൾ ബന്ധം മനസ്സിലായി. അടുത്തത് 19 × 11. 19ഉം 11ഉം കൂട്ടുക 30. 19 നിന്ന് 11 കുറച്ചാൽ 8. ഈ രണ്ട് ഉത്തരങ്ങളും ഗുണിക്കുക. 30 × 8 ഉത്തരം 240. 48, 54, 60, 66 എറ്റ്സെട്ര എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് 642? ഇവിടെ 48ഉം 6ഉം 54, 54ഉം 6ഉം 60, 60ഉം 6ഉം 66. 6 എന്ന ഒരേ സംഖ്യ കൂടി പോവുകയാണ്. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി പറഞ്ഞാൽ സമമായ അന്തരമുള്ള ശ്രേണി. അതിന് ഇംഗ്ലീഷിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും.
സമാന്തര ശ്രേണിയിൽ എത്രാം പദം എന്ന് ചോദ്യം വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് n സമം tn മൈനസ് t1/d+1. ഈ ടി എൻ എന്ന് പറഞ്ഞാൽ എന്നാം പദം അഥവാ അവസാന പദം, t1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. വില കൊടുക്കുമ്പോൾ ഈ ടി എൻ എന്നാം പദം അല്ലെങ്കിൽ അവസാന പദം ഇവിടെ നമ്മൾ 642 എടുക്കുക, കുറയ്ക്കണം. t1 ആദ്യ പദം 48 ഹോൾ ഡിവൈഡഡ് ബൈ d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, അതായത് ഏത് സംഖ്യയാണോ കൂടി കൂടി പോണത് അതാണ്. ഇവിടെ 6 കൂടി പോണത്, അതുകൊണ്ട് പൊതുവ്യത്യാസത്തിന് പകരം ഡിക്ക് പകരം 6 എന്ന് എഴുതി, +1. 642 48 കുറച്ച 594/6 +1. 594 6 കൊണ്ട് ഹരിക്കുമ്പോൾ 9×6 54, ശിഷ്ടം 5, വീണ്ടും 54, 9×6 54, 99 + 1 100. അതായത് ഈ ശ്രേണിയിലെ 100ാം പദമാണ് 642. 2 × 3 സമം √13. 3 × 4 സമം 5 ആയാൽ 5 × 12 സമം എത്ര? നമുക്ക് ആദ്യത്തെ എടുക്കാം. 2 × 3. 2ൻ്റെയും 3ൻ്റെയും സ്ക്വയർ കണ്ട് കൂട്ടിയതിന് ശേഷം റൂട്ട് കാണുക. √2 + 3² √4 +9 √13. ഇത് ശരിയാണ്. അടുത്തത് 3 × 4. 3ൻ്റെയും 4ൻ്റെയും സ്ക്വയർ കണ്ട് കൂട്ടിയതിന് ശേഷം റൂട്ട് കാണുക. √3² 9 4² 16, കൂട്ടുമ്പോൾ 9 16 കൂട്ടിയാൽ √25 റൂട്ട് 5 ശരിയാവുന്നുണ്ട്. കാണേണ്ടത് 5 × 12. 5ൻ്റെയും 12ൻ്റെയും സ്ക്വയർ കണ്ട് കൂട്ടിയതിന് ശേഷം റൂട്ട് കാണുക. √5² 25, 12² 144, 25ഉം 144 കൂട്ടിയ √169, 169 റൂട്ട് ഉത്തരം 13. 2 വർഷം മുൻപ് അച്ഛന് മകൻ്റെ 6 ഇരട്ടി വയസ്സുണ്ടായിരുന്നു. 18 വർഷം കഴിഞ്ഞ് അച്ഛന് മകൻ്റെ ഇരട്ടി വയസ്സായിരിക്കും. അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എത്ര? -2 എന്ന് പറഞ്ഞാൽ 2 വർഷം മുൻപത്തെ വയസ്സ്, 0 ഇപ്പോഴത്തെ വയസ്സ്, +18 18 വർഷത്തിന് ശേഷമുള്ള വയസ്സ്. മകൻ്റെ 2 വർഷം മുമ്പത്തെ വയസ്സ് നമ്മൾ x എടുക്കുക. അപ്പോൾ അച്ഛൻ്റെ 2 വർഷം മുൻപത്തെ വയസ്സ് ഇവിടെ പറയേണ്ട 6 ഇരട്ടിയാണ്, 6x. 2 വർഷം മുമ്പ് ഇതാണ് പ്രായമെങ്കിൽ ഇപ്പോഴത്തെ പ്രായം 2 വീതം കൂടും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 2 കൂടി x + 2, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 2 കൂടി 6x + 2. ഇത് ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ 18 വർഷം കഴിയുമ്പോൾ ഒരു 18 കൂടി കൂടും. 18 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സ് ഇതിൻ്റെ കൂടെ 18 കൂട്ടി x + 20. 18 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് ഇതിൻ്റെ കൂടെ 18 കൂടി 6x + 2ൻ്റെ കൂടെ 18 കൂട്ടിയ 20. ഇത് 18 വർഷം കഴിയുമ്പോഴത്തെ മകൻ്റെയും അച്ഛൻ്റെയും വയസ്സുകളാണ്. ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം പറയുന്നുണ്ട്. എന്താ? 18 വർഷം കഴിയുമ്പോൾ അച്ഛന് മകൻ്റെ ഇരട്ടി വയസ്സായിരിക്കും. അതായത് മകൻ്റെ വയസ്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. മകൻ്റെ വയസ്സ് എന്താ? x + 20, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ അച്ഛൻ്റെ വയസ്സ് കിട്ടും. ഇപ്പോൾ 2 × x + 20 സമം 6x + 20. ഇവിടെ 2 കൊണ്ട് 2നെയും ഗുണിക്കണം. 2 × x 2x + 2 × 20 40 സമം 6x + 20. സംഖ്യകൾ ഒരു ഭാഗത്ത് എഴുതി. ഇവിടെ 40 ഉണ്ട്, 20നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 40 - 20 സമം. ഇവിടെ 6x ഉണ്ട്, 2xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 6x - 2x. 40 - 20 കുറച്ചാൽ 20 സമം 6x 2x കുറച്ചാൽ 4x. 20 സമം 4x ആണെങ്കിൽ x സമം 20/4 5. എക്സിൻ്റെ വില കിട്ടി. ചോദ്യം ഇപ്പോഴത്തെ വയസ്സുകളാണ്. അതായത് ഇതാണ് ഇപ്പോഴത്തെ വയസ്സുകൾ. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സിൻ്റെ കൂടെ 2 കൂട്ടണം. മകൻ ഇപ്പോൾ എത്രയായി? x 5 ആണ്, 2 കൂട്ടി 5 × 2 7. അച്ഛൻ്റെ ഇപ്പോഴത്തെ 6x + 2, അതായത് എക്സിനെ 6 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടണം. അച്ഛനെ ഇപ്പോൾ 6 × എക്സിൻ്റെ വില 5 + 2 6 5 30 2 കൂട്ടിയ ഉത്തരം 32. ഉത്തരങ്ങൾ 7ഉം 32ഉം. വില കാണുക. √3.24 × 0.04 ഹോൾ ഡിവൈഡഡ് ബൈ 0.000144. ഇവിടെ അംശത്തിലാകെ 2ഉം 2ഉം 4 ദശാംശസ്ഥാനം, ഛേദത്തിൽ ആകെ 6 ദശാംശസ്ഥാനം. എവിടെയാണ് കൂടുതൽ? ഛേദത്തിലാണ് ദശാംശസ്ഥാനം കൂടുതൽ. ഛേദത്തിൽ എത്ര ദശാംശസ്ഥാനമുണ്ട്? 6 സ്ഥാനം. അതുകൊണ്ട് 6 പൂജ്യമുള്ള സംഖ്യ, അതായത് 10 ലക്ഷം കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. √3.24 × 0.04 × 10 ലക്ഷം ഹോൾ ഡിവൈഡഡ് ബൈ 0.000144 × 10 ലക്ഷം. അംശത്തിൽ ഈ 4 ദശാംശ സ്ഥാനം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലത്തെ 4 പൂജ്യങ്ങൾ ഉപയോഗിക്കും.
ബാക്കി 2 പൂജ്യം, അതായത് 100 അവിടെ അവശേഷിക്കും. അപ്പോൾ അംശത്തിൽ ഈ ദശാംശ സ്ഥാനം പോയി 324 × 4 ഇൻറ്റു ഇവിടെ അവശേഷിക്കുന്ന 100 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 6 ദശാംശ സ്ഥാനം 6 പൂജ്യമാണ്. ഈ 6 പൂജ്യങ്ങൾ ഈ 6 ദശാംശ സ്ഥാനം നീക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ദശാംശം നീക്കിയിട്ട് ദശാംശം പോയിട്ട് ഛേദം 144. ഇതിൽ നമുക്ക് ഈ 4ഉം 144 കൂടി വെട്ടിച്ചുരുക്കുമ്പോൾ 1 4 താഴെ 36 4 144. അപ്പം ഇപ്പം അംശത്തിൽ 324 ഇൻറ്റു 4 വെട്ടിപ്പോയി ഇൻറ്റു 100 ബൈ ഛേദം 36. 36നെ 9 കൊണ്ട് ഗുണിച്ചാൽ 324 കിട്ടും. 9 6 54 ശിഷ്ടം 5 9 3 27 5 32. 36നെ 9 കൊണ്ട് ഗുണിച്ചാൽ 324 കിട്ടും. അപ്പോൾ 324 ബൈ 36 എന്നുള്ളത് 9 ആണ്. ഇൻറ്റു 100 റൂട്ട് ഓഫ് 9 ഇൻറ്റു 100 റൂട്ട് ഓഫ് 9 ഇൻറ്റു 100 900. 900ൻ്റെ റൂട്ട് 9ൻ്റെ റൂട്ട് 3. എത്ര പൂജ്യം ഉണ്ടോ പകുതി പൂജ്യയുടെ 2 പൂജ്യമാണ്. പകുതി പൂജ്യം 1 പൂജ്യം. ഉത്തരം 30. 1/4ൻ്റെയും 1/6ൻ്റെയും തുകയുടെ കൂടെ എന്തു കൂട്ടിയാൽ 7/12 കിട്ടും? 1/4ൻ്റെയും 1/6ൻ്റെയും തുക 1/4 പ്ലസ് 1/6. അതിനോട് എന്തു കൂട്ടിയാൽ കൂട്ടേണ്ടത് എക്സ് എന്ന് കരുതുക. അപ്പോൾ 1/4 പ്ലസ് 1/6 പ്ലസ് എക്സ് കൂട്ടിയാൽ 7/12 കിട്ടും. സമം 7/12. ഈ സമവാക്യത്തിൽ എക്സ് കാണാൻ എക്സിൻ്റെ കൂടെയുള്ള ഭിന്നസംഖ്യകളൊക്കെ സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക. എക്സ് സമം വലതുവശത്ത് 7/12 ഉണ്ട്. ഈ പോസിറ്റീവ് 1/4 അങ്ങോട്ട് എടുക്കുന്നു, മൈനസ് 1/4 പ്ലസ് 1/6 വലത്തോട്ട് എടുക്കുന്നു, മൈനസ് 1/6. ഇനി 7/12 1/4 കുറയ്ക്കണം, അതിൽ നിന്ന് 1/6 കുറയ്ക്കണം. ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഛേദങ്ങളുടെ ലസാഗു കാണുക. 4 6 12 LCM. ഈ 4ൻ്റെ ഗുണിതാണ് 12, 6ൻ്റെയും ഗുണിതാണ് 12. അതുകൊണ്ട് LCM നമുക്ക് 12 എന്ന് കരുതാം. എല്ലാ ഛേദങ്ങളെയും 12 ആക്കി മാറ്റണം. 7/12 അതുപോലെ എഴുതി, മൈനസ് 1/4 എന്ന് എഴുതിയിട്ട് അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഗുണിക്കുക, മൈനസ് 1/6 എന്ന് എഴുതിയിട്ട് അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കുക. 7/12 കുറയ്ക്കണം. ഇവിടെ 1 3 3/4 3 12 മൈനസ് 1 2 2/6 2 12. അപ്പം ഛേദങ്ങളെല്ലാം തുല്യമായി. അപ്പോൾ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. 7 - 3 - 2 7 - 3 - 2 ഹോൾ ഡിവൈഡഡ് ബൈ പൊതുവായ ഛേദം 12. 7-ന്ന് 3 കുറച്ചാൽ 4, 4-ന്ന് 2 കുറച്ചാൽ 2 2/12. നമുക്ക് 2 കൊണ്ട് വെട്ടിച്ചുരുക്കുമ്പോൾ 1 2 6 2 12. ഉത്തരം 1/6. ഒരു വാച്ചിൻ്റെ വാങ്ങിയ വിലയുടെയും വിറ്റ വിലയുടെയും അംശബന്ധം 10:11 ആയാൽ ലാഭശതമാനം എത്ര? വാങ്ങിയ വിലയുടെയും വിറ്റ വിലയുടെയും റേഷ്യോ 10:11 ആണ്. അപ്പോൾ വാങ്ങിയ വില 10x എന്നും വിറ്റ വില 11x എന്നും എടുക്കാം. വാങ്ങിയ വില 10x, വിറ്റ വില 11x. ലാഭം കാണാൻ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക, അതായത് 11x നിന്ന് 10x കുറയ്ക്കുക, 1x എന്ന് വരും. അപ്പം ലാഭം നമുക്ക് കിട്ടി x ആണ്. ലാഭ ശതമാനം കാണുന്നുള്ള സൂത്രവാക്യം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതിൽ വില കൊടുക്കുമ്പോൾ ലാഭം x ആണ്, ബൈ വാങ്ങിയ വില 10x ആണ്, ഇൻറ്റു 100. ഇതിൽ നമുക്ക് എക്സും എക്സും വെട്ടിപ്പോയിട്ട് 100/10 എന്ന് വരും. ഉത്തരം ലാഭശതമാനം 10%. 40 ഹരിക്കണം 10 കുറയ്ക്കണം 4 കൂട്ടണം 32 ഹരിക്കണം 4 കൂട്ടണം 10 ഹരിക്കണം 2 കുറയ്ക്കണം 1. ഇത് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യണം. ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്ത് പല ക്രിയകളും ഉള്ളതുകൊണ്ട് ആദ്യം ഡിവിഷൻ ചെയ്യണം, ഹരണം ചെയ്യണം. 10 ഹരിക്കണം 2 5. ബാക്കി നമ്മളെല്ലാം അതേപോലെ എഴുതി. 40 ഹരിക്കണം 10 കുറയ്ക്കണം 4 കൂട്ടണം 32 ഹരിക്കണം ബ്രാക്കറ്റിൽ 4 കൂട്ടണം 10 ഹരിക്കണം 2 5 കുറയ്ക്കണം 1. ബ്രാക്കറ്റിൻ്റെ അകത്ത് കൂട്ടും കുറയ്ക്കും ചെയ്യുക. 4ഉം 5ഉം കൂട്ടിയാൽ 9 1 കുറച്ചാൽ 8. ബാക്കിയെല്ലാം അതേപോലെ എഴുതി. 40 ഹരിക്കണം 10 കുറയ്ക്കണം 4 കൂട്ടണം 32 ഹരിക്കണം 8. ഇനി ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഹരണക്രിയ ചെയ്യണം. 40 ഹരിക്കണം 10 അതുപോലെ ഇട്ടു. കുറയ്ക്കണം 4 കൂട്ടണം 32നെ 8 കൊണ്ട് ഹരിച്ചാൽ 4. ഇനി നമുക്ക് ഈ ഹരണം ചെയ്യാം. 40 ഹരിക്കണം 10 4 കുറയ്ക്കണം 4 കൂട്ടണം 4 4 കുറയ്ക്കണം 4 പൂജ്യമായി. അവശേഷിക്കുന്നത് 4. ഉത്തരം 4. ഒരു സംഖ്യ 12% കുറച്ചാൽ 1760 കിട്ടും. സംഖ്യ ഏത്? സംഖ്യ x എന്നെടുക്കുക. സംഖ്യ 12% കുറയ്ക്കുക.
അപ്പോൾ പുതിയ സംഖ്യ കാണാൻ ആദ്യ സംഖ്യയെ അതായത് എക്സ് ഇൻറ്റു 12% കുറയ്ക്കുക. 100 നിന്ന് 12 കുറയ്ക്കുക. 100 മൈനസ് 12/100 സമം പുതിയ സംഖ്യ നമുക്ക് തന്നത് 1760. ഇത് 12% കൂട്ടുക എന്നാണെങ്കിൽ നമ്മളിവിടെ 100 പ്ലസ് 12/100 എന്ന് എഴുതണം. അപ്പോൾ എക്സ് ഇൻറ്റു 100 നിന്ന് 12 കുറച്ചാൽ 88/100 സമം 1760. എക്സ് കാണാൻ ഇൻറ്റു 88/100 നമ്മൾ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എക്സ് സമം 1760 ഇൻറ്റു അംശവും ഛേദവും പരസ്പരം മാറ്റിയിട്ടു 100/88. 176നെ 88 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് വരും. ആ 2ഉം ഈ ഒരു 0ഉം അതായത് 20 എന്ന് വരും. 88 1760 വെട്ടുമ്പോൾ 20 എന്ന് വരും. ഇൻറ്റു ഈ 100, 20 ഇൻറ്റു 100, ഉത്തരം 2000 സംഖ്യ. സുഭാഷിനോട് ഒരു സംഖ്യയെ 49 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു. എന്നാൽ സുഭാഷ് അബദ്ധത്തിൽ 94 കൊണ്ട് ഗുണിച്ചു. കിട്ടിയ ഉത്തരം ശരിയായ ഉത്തരത്തേക്കാൾ 720 കൂടുതലാണ് ലഭിച്ചത്. ഗുണിക്കേണ്ട സംഖ്യ എത്ര? നമ്മൾ ഗുണിക്കേണ്ട സംഖ്യ എക്സ് എന്ന് കരുതുക. ഇവിടെ സുഭാഷിനോട് ഒരു സംഖ്യയെ 49 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു. അപ്പം 49 കൊണ്ട് ഗുണിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം ശരിയായ ഉത്തരം സംഖ്യ ഇൻറ്റു 49 ശരിയായ ഉത്തരം 49x. ഇനിയോ സുഭാഷിന് അബദ്ധം പറ്റി 94 കൊണ്ട് ഗുണിച്ചു. സംഖ്യയെ 94 കൊണ്ട് ഗുണിച്ചു. അത് തെറ്റായ ഉത്തരമാണ്. അപ്പോൾ തെറ്റായ ഉത്തരം 94x. ഇനി ഈ കിട്ടിയ ഉത്തരം അതായത് തെറ്റായ ഉത്തരം ശരിയായ ഉത്തരത്തേക്കാൾ 720 കൂടുതലാണ്. ശരിയായ ഉത്തരത്തേക്കാൾ 720 കൂടുതൽ. ശരിയായ ഉത്തരം 49x ആണ്. അതിനേക്കാൾ 720 കൂടുതൽ. 49x പ്ലസ് 720 ഇതാണ് എന്ത്? തെറ്റായ ഉത്തരം. അതായത് തെറ്റായ ഉത്തരം 94x. ഇതൊരു സമവാക്യമാണ്. നമ്മൾ എക്സ് കാണണമെങ്കിൽ എക്സ് ഒക്കെ ഒരു ഭാഗത്ത് എഴുതുക. അപ്പോൾ 49x ഈ 94x സമത്തിൻ്റെ വലത്തുനിന്ന് ഇടത്തോട്ട് കൊടുന്നു. 49x മൈനസ് 94x സമം വലതുവശത്ത് ഇനി ഒന്നുമില്ല. ഇടതുവശത്ത് 720നെ അങ്ങോട്ട് എഴുതി. അപ്പോൾ ഇത് പോസിറ്റീവ് 720 അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് 720. 49x നിന്ന് 94x കുറച്ചാൽ നെഗറ്റീവ് 45x സമം നെഗറ്റീവ് 720. എക്സ് കാണാൻ നെഗറ്റീവ് 45 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു നെഗറ്റീവ് 45 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം നെഗറ്റീവ് 45. എക്സ് സമം നെഗറ്റീവ് 720 ബൈ നെഗറ്റീവ് 45. ഇത് നമ്മൾ 5 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 144/9 വരും. 5 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ നെഗറ്റീവ് ഹരിച്ചാൽ പോസിറ്റീവാണ്. 144/9 ഹരിക്കുമ്പോൾ 16 9 144. ഉത്തരം 16. സംഖ്യ 16.